സ്കൂളിൽ നിന്നും വീട്ടിലെത്തിയ അവൻ വിറയ്ക്കുന്ന കൈകളോടെ ഒരു കത്തെടുത്ത് അവൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. ആ കത്ത് വായിച്ച് അമ്മയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. വിഷമിച്ചുകൊണ്ട് അവൻ ചോദിച്ചു, "എന്താണ് അമ്മ?" ആ അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് ഉറക്കെ വായിച്ചു, "നിങ്ങളുടെ മകന് ബുദ്ധി കൂടുതലാണ്. അതിനാൽ ഇനി മകനെ സ്കൂളിൽ വിടേണ്ടതില്ല." ആ മകൻ പിന്നെ സ്കൂളിൽ പോയിട്ടേയില്ല. കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് ആ മകനു വേണ്ടി അമ്മ വീട്ടിൽ പരീക്ഷണശാലകൾ നിർമ്മിച്ചു. അവൻ പരീക്ഷണങ്ങൾ ചെയ്യാൻ തുടങ്ങി. അവൻ വളർന്നു വലുതായി. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാന്മാരിൽ ഒരാളായ തോമസ് ആൽവ എഡിസൺ ആയിരുന്നു അദ്ദേഹം. ആദ്യമായി ബൾബ് കണ്ടുപിടിച്ച, കറണ്ട് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മരണശേഷം അദ്ദേഹം ഒരിക്കൽ അമ്മയുടെ മുറിയിൽ കയറി. അവിടെ ആ പഴയ കത്തിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അത് എടുത്തു വായിച്ചു നോക്കി. അതിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്: "നിങ്ങളുടെ മകന് പഠിക്കുവാനുള്ള ബുദ്ധിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ മകനെ ഇനി സ്കൂളിൽ വിടേണ്ടതില്ല." അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. നോക്കൂ, ബുദ്ധിയില്ലെന്ന് പറഞ്ഞ മകനെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാന്മാരിൽ ഒരാളാക്കി മാറ്റാൻ ആ അമ്മയുടെ വാക്കുകൾക്ക് സാധിച്ചു. നമ്മുടെയെല്ലാം വാക്കുകൾക്ക് ഒരുപാട് ശക്തിയുണ്ട്. ഒരാളെ വിജയത്തിലേക്ക് ഉയർത്തുവാനും പരാജയത്തിലേക്ക് താഴ്ത്തുവാനും. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ വിജയത്തിലേക്ക് ഉയർത്തുവാനുള്ളതാകട്ടെ. ബൈ.